എന്തായാലും ഈ 2023 അവസാനം ഒരു നല്ല ചിത്രം കാണാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ സമയത്ത്. തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജാണ്. കാര്യം എന്ന് വെച്ചാൽ മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും പേടിയുള്ള ഒരു സംഭവമാണ്. ഞാൻ ഇനി അധികം നീട്ടുന്നില്ല. പക്ഷേ ഈ ചിത്രം അതിമനോഹരമായി ആ ഒരു ഒരു സംഭവത്തെ ഇങ്ങനെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. അത് പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മീര ജാസ്മിൻ എന്ന് പറയുന്ന ഒരു നടിയെ മലയാള ഫിലിം ഇൻഡസ്ട്രി വേണ്ട പോലെ യൂസ് ചെയ്യുന്നില്ല. എന്താ കാര്യം എനിക്കറിയത്തില്ല. ഇനി മീര ജാസ്മിൻ അവസരം ചോദിക്കാത്തതാണോ അതോ മീര ജാസ്മിൻ അവസരങ്ങൾ കൊടുക്കാത്തതാണോ എനിക്കറിയത്തില്ല. പക്ഷേ മീര ജാസ്മിൻ അവസരങ്ങൾ കിട്ടിയാൽ മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു ചേച്ചിയുടെയൊക്കെ ആ ഒരു ലെവലിൽ എത്തേണ്ട ഒരു നടിയാണ് മീര ജാസ്മിൻ. പക്ഷേ ഇനി നല്ല വിഷമമുണ്ട്. നല്ല വിഷമം എന്ന് വെച്ചാൽ നല്ല കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് നാൾക്ക് ശേഷമാണ് മീര ജാസ്മിനെ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. പക്ഷേ പുതുമുഖ പല നായികമാരെയും കൊണ്ടുവരുന്നുണ്ടല്ലോ ഇപ്പം സിനിമ. പക്ഷേ ഇതേപോലെയുള്ള ടാലൻ്റ് ഉള്ള ആൾക്കാരെയും അവസരം കൊടുത്താൽ നല്ലതായിരിക്കും എന്ന് ഈ സമയത്ത് ഞാൻ പറയുന്നു. വളരെ നല്ലൊരു ചിത്രമാണ്. ഈ ആഴ്ച ഞാൻ നേരെന്ന് പറയുന്നൊരു പടം കണ്ടു. അതിനുശേഷം നല്ല ഒരു പടം ആണ്. 150 രൂപ കൊടുത്ത് കാണുന്ന പ്രേക്ഷകന് സന്തോഷത്തോടെ ഇറങ്ങിപ്പോവാം പടം കണ്ടിട്ട്. നരയൻ, മീര ജാസ്മിൻ ഒരു വൻ കോംബോയാണ് ഈ ചിത്രം നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ പടം പോകുന്നതൊരു പാറ്റേൺ ഉണ്ടല്ലോ, കാണുമ്പോൾ നമുക്കൊരു വേറെ ഒരു പടം കണ്ട രീതിക്ക് തോന്നും. നമ്മൾ പണ്ട് കണ്ട ഒരു ചിത്രം പോലെ തോന്നും. എന്നാലും അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും അതേപോലെ തോന്നത്തില്ല. അപ്പോഴെന്തായാലും ഒരു മികച്ച ചിത്രമായിട്ട് തന്നെ നമുക്ക്